കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, നമ്മുടെ തംബ്നെയിൽ പോലെ തന്നെ ഒരു വൈറൽ ഫേസ് മാസ്ക് ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന എൻ്റെ ബിഫോർ എൻ്റെ സ്കിന്നാണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ള വെറും 3 ചേരുവകളാട്ടോ. അപ്പോൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട്, മുട്ടയുടെ വെള്ളയാണ് നമുക്ക് വേണ്ടത്. പിന്നെയെന്ന് വെച്ചാൽ ബ്രൂ എടുത്തിട്ടുണ്ട്, കാപ്പിപ്പൊടിയെ. അപ്പം ഇൻസ്റ്റൻറ്റ് കാപ്പി പൗഡറാണ് എടുത്തേക്കുന്നത്, അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച്. അപ്പോൾ ഈ മുട്ടയുടെ വെള്ള ഇതിനകത്തേക്ക് ആ മഞ്ഞൾപ്പൊടിയിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മുട്ടയുടെ വെള്ള ഇങ്ങനെ വേർതിരിച്ചെടുക്കുന്നത്. ഞാൻ ഓർത്ത് തെറ്റിപ്പോയില്ല എന്നറിയത്തില്ലായിരുന്നു. അങ്ങനെ എന്തായാലും എനിക്ക് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ചേർത്ത് കൊടുത്തേക്കുന്ന ബ്രൂ ആണ് കേട്ടോ. ബ്രൂ അത് പൊട്ടിച്ചിട്ട് നല്ലോണം ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ഏറ്റവും വലിയ പാടെന്ന് പറയുന്നത് ഈ മുട്ടയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ ഞാൻ ഇത്ര ഇഞ്ഞ വരച്ചു കേട്ടോ. നല്ലോണം ഇളക്കി എടുത്തിട്ടാണ് എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടിയത് തന്നെ. അങ്ങനെ ഇത് മൂന്നും കൂടി ചേർത്ത് ഞാൻ ഇളക്കുവാണ്. കുറേ നേരം ഇളക്കിയിട്ടാട്ടോ. അത് കണ്ടോ, കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല ഒരുമാതിരി കട്ടയായിട്ടുള്ളത്. അങ്ങനെ ഒരു വിധത്തിൽ ഞാനിങ്ങനെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മുഖത്ത് തേച്ച് കൊടുക്കാം. മുഖത്ത് തേക്കുന്നതിന് മുമ്പ് മുഖം നല്ലോണം ഒന്ന് വൃത്തിയായിട്ടൊന്ന് കഴുകണം കേട്ടോ. അത് ഫേസ് വാഷോ സോപ്പോ എന്തോ ഉപയോഗിച്ചാണെങ്കിലും. അപ്പോൾ ഞാൻ മുഖം നല്ലോണം ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതായത് സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം തുടച്ചിട്ട് നമുക്ക് ഈ മുഖത്ത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മുഖം നല്ലോണം തുടച്ചിട്ടുണ്ടേ. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. എൻ്റെ പോലെ ഇത് കലക്കിയെടുക്കാൻ ഞാൻ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇത് മഞ്ഞളെല്ലാം അവിടെയൊക്കെ കട്ടിയായിട്ട് കിടക്കുവാണ്. ഇപ്പം മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോണേ. നമ്മളിത് കാണുമ്പോൾ വിചാരിക്കും വളരെ എളുപ്പമുള്ള പണിയാണെന്ന്. പക്ഷേ ഇത് എളുപ്പമുള്ള പണിയല്ല. നമ്മളൊന്ന് തേച്ചിട്ട് ഒട്ടിച്ച് വരുമ്പോഴത്തേനും ദേ എല്ലാം കൂടി താഴെ വരും. ചില ഭാഗത്ത് ഇത് ഇല്ലാതെ ആവും, പിന്നെ നമ്മൾ തേച്ച് കൊടുക്കണം. ഞാൻ ഇത് ഫുള്ള് വീഡിയോ എടുക്കാനാണെങ്കിൽ പ്രത്യേകിച്ച് അത് ഓൺ വോയിസ് അല്ലാതെ എന്താ പറയുക, ഞാനിപ്പോൾ വോയിസ് കൊടുക്കുന്ന അല്ലാതെ തന്നെ ഉള്ള വോയിസ് ആണെങ്കിൽ ചിരിച്ച് ചാകും. അതായത് അമ്മാതിരി പാടുപെട്ട് ഞാൻ കുറേ ഒട്ടിക്കേണ്ട. ഒരു വശത്ത് ഒട്ടിക്കുമ്പോൾ ദേവരണം താഴെ വരും. അങ്ങനെ മൊത്തത്തിൽ ഇളകി വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഞാൻ ഒരു കോട്ടല്ല ഒട്ടിച്ചേക്കുന്നത്, 2-3 തവണ അതിങ്ങനെ കോട്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു വിധത്തിലാണ് അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിക്കുന്നത്. അത് നമ്മൾ ഒരു വശത്ത് നിന്ന് ഇങ്ങനെ ഒട്ടിച്ച് വരുമ്പോഴത്തേനും പിന്നെ താഴോട്ടെല്ലാം കൂടി. നമ്മളിത് വിചാരിക്കുന്ന പോലെ വളരെ എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല കേട്ടോ, ഭയങ്കര റിസ്ക് പിടിച്ച പണി തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാനിത് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാവരും ഉപയോഗിച്ചിട്ട്, അതായത് ചെയ്ത് നോക്കിയിട്ട് വളരെ റിസൾട്ട് കണ്ടു, അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് മൊത്തം എന്തായാലും അലങ്കോലമായിട്ടുണ്ട്. അദ്ദേഹം കംപ്ലീറ്റ് എൻ്റെ മുഖത്ത് തേച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് ഉണങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഒരു ഇച്ചിരി കൂടി ഉണങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെയും ഉണങ്ങട്ടെ എന്ന് കരുതി കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്ത് ഉണങ്ങാൻ നല്ലോണം സമയമെടുത്തു. ഒരു 3/4 മണിക്കൂർ കൂടുതൽ വെച്ചുകൊണ്ടിരിക്കണം, കാര്യം എൻ്റെ കുറച്ചൊക്കെ ഉണങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് പൊളിക്കുവാണ്. ഇത് എൻ്റെ നെറ്റിയിലൊക്കെ അധികം രോമം ഇല്ലാതിരുന്നത് കൊണ്ട് അവിടെ വേദന എടുത്തില്ല. അല്ലാതെ ഇങ്ങോട്ട് മാറി ഇങ്ങനെ വലിച്ചപ്പോഴത്തേനും എനിക്ക് നല്ല രീതിയിൽ വേദന ഉണ്ടായിരുന്നു. അതായത് ഇത് നല്ലോണം ഉണങ്ങിക്കഴിയുമ്പോഴും നമ്മുടെ രോമമൊക്കെ പറഞ്ഞു പോരും. എന്തൊക്കെ തന്നെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാര്യം ഞാൻ ഞെട്ടിപ്പോയി. നിങ്ങളതിൻ്റെ ആദ്യത്തെ ആ ഫേസും ഇനി കാണുന്ന എൻ്റെ ഫേസ് നിങ്ങളൊന്ന് നോക്കിക്കോണം. പ്രത്യേകിച്ച് ഇതൊന്ന് കഴുകിയിട്ട് വരുമ്പോൾ ഈ മാസ്ക് പൊളിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് കഴുകിക്കഴിഞ്ഞാൽ ശരിക്കും ഞെട്ടിപ്പോയതാണ്. അത് വൈറൽ മാസ്ക് ഇത്രത്തോളം അടിപൊളിയാണെന്ന് എനിക്ക് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി ഗൈസ്. അത് ഞാൻ മൊത്തം പൊളിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ പിരിയത്തിൻ്റെ അടുത്തൊന്നും തേക്കിച്ചില്ല, കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞങ്ങോട്ട് പോരും. അപ്പോൾ എല്ലാവരും ഇതിപ്പോൾ യൂട്യൂബിൽ നല്ലോണം ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവർക്കും റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ഇതിപ്പോൾ എല്ലാവരും ചെയ്യുന്നത്. അത്രത്തോളം റിസൾട്ട് കിട്ടുന്നുണ്ട്. അതായത് ഞാൻ തന്നെ ഞെട്ടിപ്പോയതാ കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് നല്ലോണം ഒന്നുകൂടി ഉണങ്ങിയതിന് ശേഷം മാത്രം പറിച്ച് കളയുക. കാര്യം എൻ്റെ കുറച്ചുകൂടി ഉണങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഇത് ഒരു പ്രാവശ്യം കൂടി ചെയ്ത് നോക്കുന്നുണ്ട്. കാര്യം എനിക്ക് അത്രത്തോളം റിസൾട്ട് കിട്ടിയതുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട്. അതെല്ലാം പൊളിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ചെറിയൊരു ഗ്ലോ എൻ്റെ മുഖത്തുണ്ടായിട്ടുണ്ട്. അല്ല, ആ മൂക്കിൻ്റെ അടുത്തൊക്കെ തന്നെയാണെങ്കിലും എന്താ പറയുക, ആ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ സത്യം പറഞ്ഞാൽ നല്ലോണം പോകും കേട്ടോ. അപ്പോൾ എനിക്ക് അത്രയ്ക്കില്ലായിരുന്നു, എങ്കിൽ തന്നെയാണെങ്കിലും ഇത് ചെയ്ത് കഴിയുമ്പോൾ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുണ്ട്, ഞാനപ്പോൾ നല്ലോണം മുഖം കഴുകിയിട്ടുണ്ട്. കഴുകി കഴിഞ്ഞ് തുടച്ചിട്ടുണ്ട്.
തുടച്ച് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ആ കവിളിൻ്റെയൊക്കെ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അല്ലേ. എൻ്റെ ആ ബിഫോർ ഇതും ആഫ്റ്ററും എൻ്റെ ഫേസും തമ്മിൽ അറിയാൻ പറ്റുമല്ലോ അല്ലേ. നല്ല റിസൾട്ടില്ലേ. അപ്പോൾ ഇനി നമുക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് മോയ്സ്ചറൈസിങ് തേച്ച് കൊടുക്കണം. നല്ലൊരു എന്താ പറയുക, ഒരു തിളക്കം തന്നെ എൻ്റെ മുഖത്തുണ്ടല്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു കേട്ടോ, സത്യമായിട്ടും. അപ്പോൾ ഞാനൊന്ന് ഇച്ചിരി ലോങ്ങിൽ നിന്ന് നോക്കിയപ്പോഴും എനിക്ക് എൻ്റെ ആ മുഖത്തിൻ്റെ ഒരു ബ്രൈറ്റ്നസ് എനിക്ക് നല്ലോണം മനസ്സിലായി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ എന്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും എന്താ പറയുക, നമ്മളൊരു മോയ്സ്ചറൈസർ നമ്മുടെ മുഖത്ത് ഉപയോഗിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു മോയ്സ്ചറൈസർ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ഡ്രസ്സിൽ വീണ് കഴിഞ്ഞാൽ പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. ആ മുട്ടയുടെ ഇതും ആ കാപ്പിപ്പൊടിയും ചേർന്നിട്ടുള്ളൊരു മഞ്ഞളും കൂടി ചേർന്നത് കൊണ്ട് ഡ്രസ്സിൽ നിന്ന് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയുള്ളൂ, വേറൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. കാര്യം നമുക്ക് എങ്ങനെയാണെന്ന് ഇത് വെളുത്താൽ മതിയല്ലോ. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതായത് എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പം ഞാൻ ഇച്ചിരി പൗഡർ മാത്രം പിന്നെ വേറെ ഇട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞുള്ള ലുക്കാണ് ഈ കാണുന്നത് കേട്ടോ. എനിക്ക് നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടി. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.